എത്ര നേരം ഞാൻ നിന്നെ വിളിക്കണു, നീ എന്താ കോൾ എടുക്കാത്ത? എണീക്ക്. എന്തെങ്കിലും ഇരിക്കണ്? എന്താ എന്റെ കണ്ണൊക്കെ ഇങ്ങനെ? എണീക്ക്. എടി ഇതെന്താ? ഇതെന്റെ കഥയല്ല. ലോകത്തെ രസിപ്പിക്കാൻ വേണ്ടി സ്വന്തം ചിതയിൽ കത്തിയമർന്ന ഒരു കലാകാരന്റെ കഥയാണ്. അജി പണ്ട് ഇങ്ങനെയായിരുന്നില്ല. ഈ കാണുന്ന ബഹളങ്ങൾക്കും തിരക്കുകൾക്കും അപ്പുറം അവനൊരു ശാന്തമായ ലോകമുണ്ടായിരുന്നു. അവിടെ അവന് നിറങ്ങളായിരുന്നു കൂട്ട്. ഒഴിഞ്ഞ ക്യാൻവാസിൽ അവൻ പകർത്തിയത് വെറും ചിത്രങ്ങളല്ല, സ്വന്തം ആത്മാവായിരുന്നു. ഈ പ്രകൃതി അവനൊരു അത്ഭുതമായിരുന്നു. ആകാശവും ഭൂമിയും തമ്മിലുള്ള വർത്തമാനങ്ങൾ അവൻ ആരും കാണാതെ പേപ്പറിൽ പകർത്തി. അന്ന് ആ മുറിയിൽ ലഹരിയുടെ മണമില്ലായിരുന്നു. അവിടെ നിറങ്ങൾ പൂത്തു നിൽക്കുകയായിരുന്നു. അവൻ നിറങ്ങളിൽ തൊടുമ്പോൾ ചുറ്റുമുള്ള ലോകം നിശ്ചലമാകുമായിരുന്നു. പിന്നെ ആ കാൻവാസ് മാത്രമായിരുന്നു സത്യം. അവന് വേറെ ലഹരിയുടെ ആവശ്യമില്ലായിരുന്നു. കാരണം ജീവിക്കാൻ അവൻ അവന്റെ കല മാത്രം മതിയായിരുന്നു. എൻ്റെ പേര് അജു. ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ പോസ്റ്റൊക്കെ ഇടുന്ന ആളാണ്. ഞാനൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഹലോ 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 എൻ്റെ പേര് അജു. ഞാൻ ഇങ്ങനെ ഡ്രോയിങ് ഒക്കെ വരയ്ക്കുന്ന ഒരാളാണ്. ഈ സാധനം ശരിയാവണില്ലല്ലോ. ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. എനിക്ക് നിന്നെ ഒന്ന് കാണണം. നമ്മുടെ ചെറിയ സ്പോട്ടിലേക്ക് എത്തിയാൽ മതി. ആടാ. എനിക്കെൻ്റെ അവസ്ഥ അറിയാലോ. സംഗതി ഞാൻ വരയ്ക്കാൻ എന്തൊക്കെ റീച്ച് ആവുന്നുണ്ട്. പക്ഷെ ഈ ക്യാമറ എൻ്റെ മുന്നിൽ മുഖം കാട്ടിയിട്ടുള്ള പരിപാടി കോൺഫിഡൻസ് ഇല്ലടാ. കോൺഫിഡൻസ് ആണ് അതിന്റെ പ്രശ്നം. അങ്ങ് സെറ്റ് വരാം എന്നാ. ടെൻഷനുകളാ വാടാ. സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞില്ലേ. സംഭവം എന്തുദ്ദേശത്തില്ല മോനെ, ഇതൊക്കെ നടക്കൂ? കോൺഫിഡൻസ് വേണമെന്നല്ലേ പറഞ്ഞ. നീ അടിച്ചിട്ട് ലൈവ് പോയോക്ക്. അതൊക്കെ ശരിയാ, പക്ഷെ ഇത് നീ അടിച്ചിട്ട് ലൈവ് പോയോക്കറാ, മനസ്സിലാവും. സാധനം പറഞ്ഞാലേ നിനക്കിനോട് വയ്ക്കുക. സാധനമാക്കിയാണ് സാധനം കിട്ടും. നിനക്ക് കോൺഫിഡൻസ് സാധനം വരും. ട്രൈ ചെയ്ത് നോക്ക് നീ. ഉറപ്പല്ലടാ? ഞാൻ വിശ്വസിക്കറാ. സെറ്റാടാ. ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഈ സാധനം നിനക്ക് സെറ്റാണ്. അടിച്ചിട്ട് കോൺഫിഡൻസ് കിട്ടുന്നു. ലൈവ് പോയി നൈറ്റ് വിളിക്കാം. നടക്കുറാ. സെറ്റാണ്. ട്രൈ ചെയ്ത് നോക്ക്. ഹലോ 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 ഗായ്സ്, നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ലൈവ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. അപ്പോൾ ബാക്കിൽ ഒട്ടിച്ചിട്ടുള്ളതൊക്കെ നമ്മുടെ ഡ്രോയിങ്സ് ആണ്. അപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയി വരച്ചിട്ടുള്ള ഡ്രോയിങ് ആണ്.
വടക്കുന്നാഥ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല സപ്പോർട്ടാണ് നിങ്ങൾ തന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ ഇതുകൂടി നമുക്ക് നമ്മുടെ ബോർഡിലൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. അപ്പൊ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് എങ്ങനെയാ വേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ see you on next live. ഡാ നീ ലൈവ് കണ്ടായിരുന്നാ? ആ സംഭവം വിളിച്ചു, ഞാൻ പറഞ്ഞല്ലേ. സംഗതിയൊക്കെ സെറ്റായി, പക്ഷെ സാധനം കഴിഞ്ഞല്ലോടാ. നീ കാശായിട്ട് വന്നാ മതി, ഞാൻ സെറ്റ് ചെയ്ത് തരാം. എന്റെ എവിടെ നടാ കാശ്, നിനക്കറിയാലോ. അല്ലടാ, നിന്റെ കുറെ പെയിന്റിങ്സ് ഇല്ലേ, അതെടുത്ത് വിക്ക്. അതൊക്കെ എടുത്ത് വിൽക്കാല്ലേ? ആ എന്നിട്ട് കാശൊക്കെ പറഞ്ഞാ മതി. ശരിടാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ലൈവ്. എല്ലാവർക്കും സുഖല്ലേ? പെയിന്റിങ്സാ ആ ബോറ പെയിന്റിങ്സ് ഒക്കെ ഞാൻ എടുത്ത് വിറ്റു. പെയിന്റിങ്സും കളഞ്ഞ നോക്കിയോക്കിയേ ഏത് ഐറ്റം മാസ്റ്റർ പീസ് സാധനം വെറും 10,000 രൂപ, വെറും 10,000 റുപ്പീസിന് ഈ സാധനം സെല്ല് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവരൊക്കെ DM ചെയ്തോ, ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ് കേട്ടാ. അപ്പൊ നാളത്തെ ലൈവില് കാണാം. അപ്പൊ see you on next live. ഇന്നത്തെ ലൈവ് കണ്ട നീ, സംഭവം എത്തിയിട്ടുണ്ട്. നമ്മുടെ സാധനം കഴിഞ്ഞോട്ടാ, സാധനം വേണം. നീ നേരത്തെ ലൊക്കേഷൻ അല്ലേ, ദേവത്തനു കാശൊക്കെ സെറ്റാടാ, ദേ വരുന്നു. ഒരു കാര്യം പറഞ്ഞ ഫോൺ എടുക്കൂല. ചേട്ടനോ? എത്ര നേരം നിന്നെ വിളിക്കുന്നു, നീ എന്താ കോൾ എടുക്കാത്തെ? നിങ്ങൾ പെട്ടെന്ന് വരുമോ? അച്ഛൻ്റെ അവസ്ഥ ഭയങ്കര പേടായി, എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പെട്ടെന്ന് നല്ല ഫ്ലാറ്റിലേക്ക് വരുമോ? അതൊരവസാനമായിരുന്നില്ല. ചാരമായി പോയി എന്ന് കരുതിയ അവൻ്റെ ഉള്ളിലെ കലാകാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ ഉറച്ച തീരുമാനമെടുത്തു. ഈ പോരാട്ടത്തിൽ അവനൊറ്റയ്ക്കല്ല. നഷ്ടപ്പെട്ട നിറങ്ങൾ അവനിലേക്ക് തിരിച്ചു വരുന്നതുവരെ അവനൊപ്പം അവന് കരുത്തായി ഞങ്ങൾ കൂടെ തന്നെ ഇന്നുണ്ടാകും. ആ കണ്ണുകളിൽ ഇപ്പോൾ ലഹരിയുടെ മരവിപ്പില്ല, പകരം ആത്മവിശ്വാസത്തിന്റെ തിളക്കമാണ്. മയക്കുമരുന്ന് നൽകുന്ന ഏത് സ്വർഗത്തേക്കാളും മനോഹരമാണ് സ്വന്തം കഴിവുകൊണ്ട് നേടുന്ന ഈ അംഗീകാരം എന്ന് അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ശരിക്കും അവൻ വരച്ച ഏറ്റവും മനോഹരമായ ചിത്രം അവന്റെ ഈ തിരിച്ചുവരവാണ്.